Hi learners, welcome to I Plus Training Solutions. ഞാൻ ഭവിഷ. കേട്ടറ്റ് കാറ്റഗറി 3 സോഷ്യൽ സയൻസിന്റെ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന, അതായത് നമ്മുടെ 2025 ജൂൺ സൈക്കിളിൽ നടന്നിട്ടുണ്ടായിരുന്ന കേട്ടറ്റ് കാറ്റഗറി 3 സോഷ്യൽ സയൻസിന്റെ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒന്ന് ചെയ്താലോ നമുക്ക്? അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് പാർട്ട് 3 ആണ് അല്ലെ. മൂന്നാമത്തെ ഭാഗത്തിലാണ് നമ്മുടെ സോഷ്യൽ സയൻസ് സബ്ജക്ട് പേപ്പർ വരുന്നത്. അപ്പൊ നമുക്ക് ജനറൽ പേപ്പർ ഉണ്ട്, അത് കഴിഞ്ഞ ലാംഗ്വേജ് സെക്ഷൻ ഉണ്ട്, അതാണ് പാർട്ട് ബി ആയിട്ട്, അതായത് രണ്ടാമത്തെ പാർട്ടായിട്ട് വരുന്നത്. ദെൻ തേർഡ് പാർട്ടിലാണ് നമ്മുടെ സബ്ജക്ട് പേപ്പർ. നിങ്ങൾ ഏതാണോ ഓപ്റ്റ് ചെയ്യുന്ന സബ്ജക്ട് അതാണ് നമ്മുടെ പാർട്ട് 3 വരുന്നത്. അപ്പൊ നമ്മുടേത് ഏതാണ്? നമ്മുടെ സോഷ്യൽ സയൻസ് ആണ് അല്ലെ. നമ്മുടെ സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ സംഭവങ്ങൾ ഇൻക്ലൂഡഡ് ആണ്? ഹിസ്റ്ററി വരുന്നുണ്ട്, പിന്നെ അതൊക്കെയാ ജോഗ്രഫി വരുന്നുണ്ട്, എക്കണോമിക്സ് വരുന്നുണ്ട്, പൊളിറ്റിക്സ് വരുന്നുണ്ട്, ദെൻ പെഡഗോജി കൂടി വരുന്നുണ്ട് അല്ലെ. അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ സോഷ്യൽ സയൻസ് സബ്ജക്ട് പേപ്പർ എന്ന് പറയുന്നത്. സോ പാർട്ട് 3 ക്വസ്റ്റ്യൻസ് വരുന്നത് 71 ക്വസ്റ്റ്യൻസ്, 71ാമത്തെ ക്വസ്റ്റ്യൻസ് മുതൽ 150ാമത്തെ ക്വസ്റ്റ്യൻസ് വരെയുള്ള 80 ചോദ്യങ്ങളാണ് നമ്മുടെ പാർട്ട് 3 വരുന്നത്, അതായത് നമ്മുടെ സബ്ജക്ട് പേപ്പറിൽ വരുന്നത്. അപ്പോൾ ഈ 80 ക്വസ്റ്റ്യൻസും ഈ ഒരു സിംഗിൾ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതായത് നമ്മൾ ക്വസ്റ്റ്യനും ആൻസറും മാത്രമല്ലല്ലോ, അതിന്റെ എക്സ്പ്ലനേഷനും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ട് നിങ്ങളുടെയും കൂടി കൺവീനിയൻസ് നോക്കിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഡീപ്പായിട്ട് നോക്കാം. ഓക്കെ, വൺസ് അഗെയിൻ വെൽക്കം ടു I Plus Training Solutions. നമ്മുടെ ഫസ്റ്റ് ചോദ്യമാണ്, അതായത് കേട്ടറ്റ് കാറ്റഗറി 3 സോഷ്യൽ സയൻസ് ഇതിലെ പാർട്ട് 3 ആദ്യത്തെ ചോദ്യം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 71ാമത്തെ ചോദ്യമാണ് കേട്ടോ. ഞാനിവിടെ നമ്മുടെ സബ്ജക്ട് പേപ്പറിലത്തെ ആദ്യത്തെ ചോദ്യം ഏതുണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യ ഈസ് ഫെഡറൽ ഇൻ സ്ട്രക്ചർ ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. വിച്ച് സ്കോളർ മെയ്ഡ് ദ ഫോളോയിങ് അസസ്മെന്റ് റിഗാർഡിംഗ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു അസസ്മെന്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്കോളർ ആരാണ് എന്നാണ് നമ്മളെ ചോദ്യം. ഇന്ത്യ ഈസ് ഫെഡറൽ ഇൻ സ്ട്രക്ചർ ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. ഓക്കെ, ഐവർ ജെന്നിങ്സ്, KC വെയർ, ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇതിങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. ഓക്കെ, അപ്പോ നമ്മളുടെ ഭരണഘടനയെ കുറിച്ചിട്ട് പല വ്യക്തികളും പലതരത്തിലുള്ള ഒപ്പീനിയൻസ് അവരുടേതായിട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടനയുടെ പ്രത്യേകതകൾ, അതായത് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോഴും സ്പെഷ്യാലിറ്റീസ് പഠിക്കുമ്പോഴും ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോഴും ഒക്കെ നമ്മളത് പറയാറുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നോക്കിയാലോ. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. KC വെയർ ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോ അദ്ദേഹം പറയുന്നത് എന്താണ്? ഫെഡറൽ ഇൻ സ്ട്രക്ചർ ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. അങ്ങനെയാണ് ഇന്ത്യനെ അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് എന്താണ് ഈ ഫെഡറൽ സ്ട്രക്ചറും യൂണിറ്ററി ഇൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്? അപ്പൊ ഒരു ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യ ഒരു മനുഷ്യനാന്ന് വിചാരിക്കുക. ആ മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് ഒരു ഫെഡറൽ ആണ്, എന്നാൽ അതിന്റെ ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്ററി ആണ്. ഓക്കെ, അപ്പൊ ഈ ഫെഡറൽ എന്താണ്, യൂണിറ്ററി എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. ഫെഡറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് 2 വിഭാഗങ്ങളിലായിട്ട് അധികാരം കേന്ദ്രീകരിച്ചിരിക്കുക, അതായത് അധികാര വികേന്ദ്രീകരണം ഉണ്ട്. അതാണ് ഈ ഫെഡറൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. അതായത് നമുക്കിപ്പോ സെൻട്രൽ പവറും ഉണ്ട്, സ്റ്റേറ്റ് പവറും ഉണ്ട്. നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ട്, നമുക്കൊരു CM ഉണ്ട് അല്ലെ, ചീഫ് മിനിസ്റ്ററും ഉണ്ട് അല്ലെ. ഓക്കെ, പിന്നെ നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നിങ്ങനെ 3 ലിസ്റ്റുകൾ ഉണ്ട് അല്ലെ. ഓക്കെ, പിന്നെ ഒരു ഫെഡറൽ സ്ട്രക്ചറിന്റെ മറ്റൊരു സവിശേഷത എന്താണ്? റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ലിഖിത ഭരണഘടനയാണ് അല്ലെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ദെൻ നെക്സ്റ്റ്, ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു സോവറിനിറ്റി, അതും ഒരു ഫെഡറൽ സ്ട്രക്ചറിന്റെ ഭാഗമാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പരമാധികാരം ഉണ്ടല്ലേ, സോവറിനിറ്റി ഉണ്ട് അല്ലെ, അതും ഫെഡറൽ സ്ട്രക്ചറിന്റെ ഭാഗമാണ്. ഇനി യൂണിറ്ററി ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് വരിക? സ്ട്രോങ് സെന്റർ ആണ്. ഇപ്പൊ നമ്മുടെ ചീഫ് മിനിസ്റ്ററിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചീഫ് മിനിസ്റ്ററിനേക്കാളും അധികാരം കൂടുതലുള്ളത് ആർക്കാണ്?
നമ്മുടെ പ്രൈം മിനിസ്റ്ററിനാണ് അല്ലെ, പ്രധാനമന്ത്രിക്കാണ് അധികാരം കൂടുതൽ. അതാണ് കേന്ദ്രത്തിന് ശക്തമായിട്ടുള്ള അധികാരമാണ് കേന്ദ്രത്തിന് ഉള്ളത്. അതാണ് ഒരു യൂണിറ്ററി ഫീച്ചർ ആയിട്ട് വരുന്ന ഒരു പ്രത്യേക എലമെന്റ്. പിന്നെ നമുക്കൊരൊറ്റ ഭരണഘടനയുള്ളൂ, ഇന്ത്യക്ക് ഒരൊറ്റ ഭരണഘടനയേ ഉള്ളൂ. അതുപോലെ ഒരൊറ്റ പൗരത്വേ ഉള്ളൂ, സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് ഇന്ത്യക്കുള്ളത് അല്ലെ. അപ്പോ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷനും സിംഗിൾ സിറ്റിസൺഷിപ്പും ആണ് ഈ യൂണിറ്ററി സിസ്റ്റത്തിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് വരുന്നത്. ഇതൊക്കെ നമ്മുടെ ഇന്ത്യക്കുള്ള ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഫെഡറൽ സ്ട്രക്ചർ ആണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിറ്ററി ഫീച്ചേഴ്സ് ഉള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ KC വെയർ എക്സാക്ട്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്? ക്വാസി ഫെഡറൽ എന്നാണ്. ഓക്കെ, ക്വാസി ഫെഡറൽ, നല്ല ഫ്രാസ് ഉണ്ട് അല്ലെ, ക്വാസി ഫെഡറൽ, KC വെയർ. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? KC വെയർ ആണ്. തെറ്റില്ലല്ലോ അല്ലെ? നമുക്കൊരു റൈമിംഗ് വേർഡ് പോലെ പഠിക്കാം, ക്വാസി KC. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, KC വെയർ. നമ്മുടെ മറ്റു ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐവർ ജെന്നിങ്സിനെ ഓപ്ഷനിൽ കാണാം അല്ലെ നമുക്ക്. ഐവർ ജെന്നിങ്സ് എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ? അദ്ദേഹം എ ലോയേഴ്സ് പാരഡൈസ് എന്നാണ്, ഒരു നിയമജ്ഞന്റെ പറുദീസ എന്ന ഒരു വിശേഷണമാണ് ഐവർ ജെന്നിങ്സ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്താണ്? എ ലോയേഴ്സ് പാരഡൈസ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫെഡറേഷൻ വിത്ത് സെൻട്രലൈസിങ് ടെൻഡൻസി. ഓക്കെ, എന്താണ് പറയുന്നത്? ഫെഡറേഷൻ വിത്ത് സെൻട്രലൈസ്ഡ് ടെൻഡൻസി, അതായത് കേന്ദ്രീകരണ പ്രവണതയുള്ള ഫെഡറേഷൻ വിത്ത് സെൻട്രലൈസിങ് ടെൻഡൻസി. അത് പറഞ്ഞിട്ടുള്ളതും ഐവർ ജെന്നിങ്സ് ആണ്. ദെൻ നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർക്കിടെക്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതാണ് അല്ലെ BR അംബേദ്കർ. അതായത് ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നതാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ബാലൻസ് ബിറ്റ്വീൻ ഫെഡറലിസം ആൻഡ് യൂണിറ്റേറിയനിസം. അങ്ങനെയാണ് അംബേദ്കർ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് ഫെഡറലിസവും ഏകീകൃത സ്വഭാവവും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ, അത് തമ്മിലുള്ള ഒരു ബാലൻസ് ആണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നായിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആണ് അല്ലെ, ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു അല്ലെ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹം എന്താണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ഫൈനൽ ബട്ട് ദ ബെസ്റ്റ് എഫേർട്ട്, അതായത് അവസാനത്തേതും എന്നാൽ മികച്ചതുമായ പരിശ്രമം, അങ്ങനെ അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതല്ലാതെ ഭരണഘടനയെ സ്പെഷ്യൽ ആയിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ സമ്മേളനത്തിലെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഇന്ത്യൻ ഭരണഘടനയെ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഫൈനൽ ബട്ട് ദ ബെസ്റ്റ് എഫേർട്ട് എന്നിങ്ങനെ. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൺ ദ വർക്ക്സ് അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ കൺട്രി, അതായത് രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്ന്. ദെൻ സീൽ ഓഫ് കോൺസെന്റ്, അതായത് സമ്മതത്തിന്റെ മുദ്ര, അങ്ങനെയും അദ്ദേഹം ആ ഒരു വേളയിൽ കോൺസ്റ്റിറ്റ്യൂഷനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം ഭരണഘടനയുടെ ഈ ഫെഡറൽ സ്ട്രക്ചർ, യൂണിറ്ററി സ്ട്രക്ചറിനെ കുറിച്ചിട്ടല്ല സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പകരം നമ്മുടെ രാജ്യത്തിന് ഈ ഭരണഘടന നൽകുന്ന ആ ഒരു ഐക്യം, അതുപോലെ അതിന്റെ ആ ഒരു ഭരണത്തിന്റെ രീതി, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റ് രണ്ട് വ്യക്തികളെ കൂടി പറയാം. മോറിസ് ജോൺസ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് ബാർഗെയിനിങ് ഫെഡറലിസം എന്നാണ്. ബാർഗെയിനിങ് ഫെഡറലിസം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആരാണ്? മോറിസ് ജോൺസ്. ദെൻ കോപ്പറേറ്റീവ് ഫെഡറലിസം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. കോപ്പറേറ്റീവ് ഫെഡറലിസം, ഗോഡ്വിൻ ഓസ്റ്റിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ റൂളർ ഓഫ് റഷ്യ വെൻ ദ റെവല്യൂഷൻ ബ്രോക്ക് ഔട്ട് ഇൻ 1917. റഷ്യൻ റെവല്യൂഷൻ ആരംഭിച്ച സമയത്ത് ഉണ്ടായിരുന്ന റൂളർ ആരായിരുന്നു? റഷ്യയുടെ റൂളർ ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ ഇത്. ആരാണ്? ലൂയി 16, നിക്കോളാസ് II, ലൂയി 14, ട്രോസ്കി. 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. റഷ്യൻ റെവല്യൂഷനൊക്കെ നമുക്ക് വെള്ളം പോലെയാണ് അല്ലെ. അപ്പൊ ഈ റഷ്യൻ റെവല്യൂഷന്റെ സമയത്ത് 1917 റഷ്യ ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജാവ് ആരാണ്?
റഷ്യ ഭരിച്ചിട്ടുണ്ടായിരുന്നത് സാർ രാജാക്കന്മാരാണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ സാർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പേര് എപ്പോഴും പഠിച്ചിട്ടുണ്ട്. സാർ എന്ന് ചേർത്തിട്ടാണ് നമ്മൾ പഠിച്ചു പോയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. നിക്കോളാസ്, സാർ നിക്കോളാസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ 1917 റഷ്യൻ റവല്യൂഷന്റെ സമയത്ത് ഉണ്ടായിരുന്ന ഭരണാധികാരി, റഷ്യയിൽ ഉണ്ടായിരുന്ന റൂളർ ആരായിരുന്നു? നിക്കോളാസ് ആണ്. അപ്പോൾ ഈ സാർ ഭരണകൂടത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, 1894 1894 മുതൽ ഈ റഷ്യൻ വിപ്ലവം ആരംഭിക്കുന്ന 1917 വരെ റഷ്യ ഭരിച്ചിട്ടുണ്ടായിരുന്നത് സാർ നിക്കോളാസ് സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ സാർ എന്ന ഒരു വിഭാഗം, അതായത് സാർ എന്ന രാജവംശം ഡൈനാസ്റ്റി ആയിരുന്നു ഈ കാലഘട്ടങ്ങളിൽ റഷ്യ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവസാനത്തെ സാർ ചക്രവർത്തി ആരായിരുന്നു? സാർ നിക്കോളാസ് സെക്കൻഡ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണകാലം ഞാൻ പറഞ്ഞു 1894 മുതൽ 1917 വരെ, റഷ്യൻ വിപ്ലവം വരെയുള്ള ഭരണാധികാരി ആരായിരുന്നു? സാർ നിക്കോളാസ് സെക്കൻഡ് ആണ്. 1917 ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന്, ഫെബ്രുവരി വിപ്ലവം മാർച്ചിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് പക്ഷെ അവരുടെ ഒരു കലണ്ടർ എന്ന് പറയുന്നത് നമ്മളുടെ നോർമൽ കലണ്ടറിനേക്കാൾ ഒരു മാസം പുറകിലായതുകൊണ്ടാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്നിട്ടാണ് സാർ നിക്കോളാസ് സ്ഥാനത്തിൽ നിന്ന് ഓവർത്രോൺ ചെയ്യപ്പെടുന്നത് കേട്ടോ. ഓപ്ഷനിലെ മറ്റു വ്യക്തികളെ കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ലൂയി 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 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏത് റവല്യൂഷൻ ആണ് ഓർമ്മ വരുന്നത്? ഫ്രഞ്ച് റവല്യൂഷൻ ആണ് അല്ലെ. ഫ്രഞ്ച് വിപ്ലവമാണ് ലൂയി ലൂയി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരിക. ലൂയി എന്ന് പറയുന്ന സ്ഥാനപ്പേരോട് കൂടിയിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടായിരുന്നത് എവിടെയാണ്? ഫ്രാൻസിലായിരുന്നു അല്ലെ, ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ട്. അപ്പൊ ലൂയി 16 എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത്, ഫ്രഞ്ച് വിപ്ലവം എന്തായിരുന്നു? 1789 അല്ലെ, 1789 ഫ്രഞ്ച് റവല്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഫ്രാൻസ് ഭരിച്ചിട്ടുണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്നു ലൂയി 16. ഓപ്ഷൻ എ ആണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഈ റോമൻ ലെറ്റർ ഉണ്ടല്ലോ, അത് തമ്മിൽ മാറിപ്പോന്ന് ചെയ്യരുത് കേട്ടോ. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എഴുതൂലേ, ഓരോ ക്ലാസ്സിന് നമ്മൾ ഇങ്ങനെയല്ലേ എഴുതാറുള്ളത്. അപ്പൊ അത് മാറിപ്പോരുത് കേട്ടോ. 16 എന്നൊക്കെ എങ്ങനെയാണ് എഴുതുക? 14 14 16 ഒക്കെ ഇപ്പോഴും അങ്ങോട്ട് കൂടി തെറ്റി പോകാറുണ്ട്. 4 6 തെറ്റി പോകാറില്ലേ, അതുപോലെ. ഓക്കെ, അപ്പൊ പിന്നെ നെക്സ്റ്റ് പറയുന്നത് ആരാണ്? ലൂയി 14 കുറിച്ചിട്ടാണ്. 17 18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസ് ഭരിച്ചിട്ടുണ്ടായിരുന്ന ശക്തനായിട്ടുള്ള രാജാവായിരുന്നു ലൂയി 14. അദ്ദേഹത്തിന് റഷ്യൻ വിപ്ലവമായിട്ടും അതുപോലെ ഈ ഫ്രഞ്ച് റവല്യൂഷനായിട്ടൊന്നും അങ്ങനെ ബന്ധമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ലൂയി 14 17 18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസ് ഭരിച്ചിട്ടുണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്നു. ദെൻ ട്രോട്സ്കി ആരായിരുന്നു? ബോൾഷെവിക് നേതാവായിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു കേട്ടോ ട്രോട്സ്കി. ഇദ്ദേഹം റഷ്യ വിപ്ലവമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ്. പക്ഷെ റഷ്യ വിപ്ലവത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് അധികാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ട്രോട്സ്കിയുടെ മുഴുവൻ പേര് ലിയോൺ ട്രോട്സ്കി എന്നാണ്. അപ്പൊ റഷ്യ വിപ്ലവത്തിലും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ ആദ്യകാല രൂപീകരണത്തിലും ഒക്കെ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാർക്സിയൻ റവല്യൂഷനിസ്റ്റും അതുപോലെ തന്നെ ഒരു സൈദ്ധാന്തികനും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ലിയോൺ ട്രോട്സ്കി. അദ്ദേഹം ബോൾഷെവിക് നേതാവായിരുന്നു കേട്ടോ. മെൻഷെവിക്, ബോൾഷെവിക് എന്നിങ്ങനെ 2 വിഭാഗങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മൾ ഓൾറെഡി റഷ്യ വിപ്ലവത്തിൽ പഠിച്ചതാണ്. അതില് ബോൾഷെവിക് നേതാവായിരുന്നു. ബോൾഷെവിക്കിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ആരായിരുന്നു? വ്ളാഡിമിർ ലെനിൻ ആയിരുന്നു അല്ലെ. അപ്പൊ ആ ലെനിനുമായി ചേർന്നിട്ട് ഒക്ടോബർ വിപ്ലവത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ട്രോട്സ്കി. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈക്ലോൺസ് അതായത് ചക്രവാതങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ലോ പ്രഷർ സിസ്റ്റം ടുവാർഡ്സ് വിച്ച് there are whirlwinds. അടുത്തത് ലോ പ്രഷർ സിസ്റ്റം ഫ്രം വിച്ച് there are whirlwinds. Then ഹൈ പ്രഷർ സിസ്റ്റം ടുവാർഡ്സ് വിച്ച് there are whirlwinds. ഹൈ പ്രഷർ സിസ്റ്റം ഫ്രം വിച്ച് there are whirlwinds. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അറിയണത് എന്താണ്? സൈക്ലോൺസ് എന്ന് പറയുന്നത് ലോ പ്രഷർ സിസ്റ്റം ആണോ ഹൈ പ്രഷർ സിസ്റ്റം ആണോ, അങ്ങനെ എവിടെ നിന്ന് എവിടേക്കാണ് വീശുന്നത്, ഏത് തരത്തിലാണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ എ ആണ്. ലോ പ്രഷർ സിസ്റ്റം ആണ്. ടുവാർഡ്സ് വിച്ച് there are whirlwinds. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സൈക്ലോൺസ്, ചക്രവാതങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ചുഴലിക്കാറ്റുകളാണ്. അത്
ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുന്നത്. ഹൈ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചമർദ്ദ മേഖലയാണ്, മർദ്ദം കൂടുതലുള്ള മേഖലയാണ്. ലോ പ്രഷർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ന്യൂനമർദ്ദമാണ് കേട്ടോ. അപ്പോ ഈ സൈക്ലോൺസിന്റെ സെന്ററിൽ എന്തായിരിക്കും? സെന്ററിൽ ലോ പ്രഷർ ആയിരിക്കും. ദെൻ അതിന്റെ ഔട്ടർ ഭാഗത്താണ് ഹൈ പ്രഷർ ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്കറിയാം ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക്, അത് ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് കാറ്റ് വീശുക സാധാരണയായിട്ടും അല്ലെ. അപ്പൊ എവിടെ നിന്ന് എവിടേക്കാണ് വീശുന്നത്? പുറത്ത് നിന്ന് 1 മിനിറ്റ്. ഇപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഉൾഭാഗത്താണ് ലോ പ്രഷർ ഉണ്ടായിരിക്കുക. പുറമെ ഔട്ടർ ഭാഗത്തായിട്ടാണ് ഹൈ പ്രഷർ. ഇവിടെയാണ് ഹൈ പ്രഷർ, ഇവിടെയും അതുപോലെ ഈ പുറം ഭാഗത്തും ഒക്കെ ഹൈ പ്രഷർ ആണ്. അപ്പൊ അവിടെ നിന്ന് ഇവിടേക്കാണ് കാറ്റ് വീശുന്നത്, സെന്ററിലേക്ക്. ഓക്കെ, അപ്പൊ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക്, ഉച്ചമർദ്ദമുള്ള മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്കാണ് സാധാരണ കാറ്റ് വീശാറുള്ളത്. അപ്പോൾ സൈക്ലോൺസ് എന്ന് പറയുമ്പോൾ ചുറ്റും ഉച്ചമർദ്ദമാണ്, സെന്ററിൽ ന്യൂനമർദ്ദമാണ്. അപ്പൊ ലോ പ്രഷർ സിസ്റ്റം ആണ് കേട്ടോ ഈ സൈക്ലോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കാറ്റിന്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഉത്തരധ്രുവത്തിൽ എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസിലായിരിക്കും അതിന്റെ ഒരു ദിശ എന്ന് പറയുന്നത്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലോക്കിന്റെ ഡയറക്ഷൻ ഉണ്ടല്ലോ, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അങ്ങനെയാണ് സൈക്ലോൺസിന്റെ ദിശ. ഉത്തരധ്രുവത്തില് സൈക്ലോൺസിന്റെ ദിശ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ദക്ഷിണ ധ്രുവത്തില്, അതായത് നമ്മുടെ സൗത്ത് സൈഡില് എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസിലായിരിക്കും. അപ്പോൾ സൈക്ലോൺസിന്റെ ദിശ എന്ന് പറയുന്നത് ഉത്തരധ്രുവത്തില് ഏതായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ആണ്. ദക്ഷിണ ധ്രുവത്തില് ക്ലോക്ക് വൈസിലായിരിക്കും. അപ്പോൾ ആന്റി സൈക്ലോൺസ് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കേട്ടോ. അപ്പൊ ഈ സൈക്ലോൺസിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കാലാവസ്ഥ എങ്ങനെയായിരിക്കും? ക്ലൈമറ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല, ഭയങ്കര മോശമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും. അതായത് കാർമേഘങ്ങളും ശക്തമായിട്ടുള്ള മഴ, ഇടിമിന്നല്. നമ്മളിപ്പോ പേപ്പറിലും അതുപോലെ തന്നെ ടിവിയിലൊക്കെ പറയാറുണ്ടല്ലേ, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു, അത് കാരണം ശക്തമായിട്ടുള്ള കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്, 3 ദിവസം തുടർച്ചയായിട്ടുള്ള കാറ്റുണ്ടാവും, മഴയുണ്ടാവും എന്നൊക്കെ ടിവിയിലൊക്കെ പറയുന്നത് കേട്ടില്ലേ. അപ്പോൾ സൈക്ലോൺസിനോട് അനുബന്ധിച്ച് വരുന്ന കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളാണ് മഴ, ഇടിമിന്നല്, കൊടുങ്കാറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എവിടെ നിന്ന് എവിടേക്കാണ് വീശുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർമ്മയിൽ വെക്കാം. അപ്പൊ നമ്മുടെ 4ാമത്തെ ചോദ്യം വന്നു. ഈ 4ാമത്തെ ചോദ്യം നിങ്ങൾ നോക്കിയേ, വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യമല്ലേ ഇത്. ഹു ഈസ് റെഫേർഡ് ടു ആസ് പിയദശി? പിയദശി എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കൊക്കെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇത്, അല്ലെ? നല്ല എളുപ്പമുള്ള ചോദ്യം അല്ലേ? ആരാണ് പിയദശി എന്നറിയപ്പെടുന്നത്? ചന്ദ്രഗുപ്ത മൗര്യ, ചന്ദ്രഗുപ്ത സെക്കൻഡ്, അശോക, കൗടില്യ എന്നിങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്ന് ഈ കേട്ടിട്ട് 3ല് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ അല്ലെ എല്ലാം ഇത്തവണ ചോദിച്ചിട്ടുള്ളത്. ഇതുവരെ നമ്മൾ കണ്ട ചോദ്യങ്ങളൊക്കെ സിമ്പിൾ അല്ലേ? കുറച്ച് നേരത്തെ കഴിഞ്ഞ ചോദ്യം, 3ാമത്തെ ചോദ്യം മാത്രം കുറച്ച് ബുദ്ധിമുട്ട്, അതൊന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട്. അതായത് വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 വേർഡ്സ് ആണോ 2 ആണോ അങ്ങനെയുള്ള ചെറിയൊരു ഒരു ഇത്, എന്നാലും കുഴപ്പമില്ല, അത് നമുക്ക് അറിയണ ഒരു ചോദ്യം തന്നെയായിരുന്നു അല്ലെ. അപ്പൊ ഇതും വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യമാണ്. ആരാണ് പിയദശി എന്നറിയപ്പെടുന്നത്? ആരാണ്? ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഏതാ? നമ്മുടെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. മഹാനായ അശോക ചക്രവർത്തി, അശോക ദ ഗ്രേറ്റ് ആണ് പിയദശി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ധാരാളം റോക്ക് എഡിക്റ്റും പില്ലർ എഡിക്റ്റും ഒക്കെ, മേജർ എഡിക്റ്റ്, മൈനർ എഡിക്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ. ആ എഡിക്റ്റുകളിൽ അദ്ദേഹം ഹിംസെൽഫ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്ന പേരാണ് എന്ത്? ദേവാനാം പിയദശി, അതായത് ദൈവങ്ങൾക്കും പ്രിയപ്പെട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ദേവാനാം പിയദശി അശോക എന്ന് ചില സ്ഥലങ്ങളിലുള്ള എഡിക്റ്റുകളിൽ കാണാം. അങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ദേവാനാം പിയദശി എന്നറിയപ്പെടുന്നത് അശോകനാണ് എന്ന് നമ്മുടെ ഹിസ്റ്റോറിയൻസ്, സ്കോളേഴ്സ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? അശോക ചക്രവർത്തിയാണ്, കിങ് അശോക മൗര്യാണ് പിയദശി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൗര്യൻ സാമ്രാജ്യത്തിലെ 3ാമത്തെ പ്രധാന രാജാവായിരുന്നു ആര്? അശോക ചക്രവർത്തി. അശോക ചക്രവർത്തിയുടെ ഗ്രാൻഡ് ഫാദർ ആണ് ചന്ദ്രഗുപ്ത മൗര്യൻ. മൗര്യൻ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരക്കുട്ടിയാണ് അശോകൻ. ഓക്കെ, മൗര്യൻ ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യന്റെ പിതാവ് ആരാണ്? ബിന്ദുസാരനാണ് കേട്ടോ. ബിന്ദുസാരൻ. ഞാൻ ബിന്ദു എടുത്ത് പറയാനായിട്ടുള്ള കാരണം നമുക്ക്
ബിംബിസാരൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവിനെ പഠിക്കാനുണ്ടായിരുന്നു. ഏത് ഹാര്യങ്ക ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്ന രാജാവായിരുന്നു. അതായത് മൗര്യൻ എംപയറിനൊക്കെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഹാര്യങ്ക ഡൈനാസ്റ്റിയിൽ മഗധ കേന്ദ്രീകരിച്ചിട്ട് ഭരിച്ചിട്ടുണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു ആര്? ബിംബിസാരൻ. ബിംബിസാരൻ, അജാതശത്രു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? അപ്പൊ ബിംബിസാരൻ. അപ്പൊ ബിംബിസാരനും ബിന്ദുസാരനും തമ്മിൽ തെറ്റിപ്പോരുത്. ബിന്ദുസാരൻ മൗര്യൻ റൂളറാണ്, രണ്ടാമത്തെ പ്രധാനപ്പെട്ട മൗര്യൻ റൂളറാണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനാണ്, അശോക മൗര്യന്റെ പിതാവുമാണ് ആര്? ബിന്ദുസാരൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അശോക ചക്രവർത്തിയാണ് പിയദസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കിനി മറ്റു ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് കിടക്കുന്നത് ഏതാ? ചന്ദ്രഗുപ്ത മൗര്യനാണ്, മൗര്യൻ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ അദ്ദേഹം അറിയപ്പെടുന്ന ടൈറ്റില്, പ്രധാനമായിട്ടും അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേര് സാന്ദ്രകുട്ടോസ് എന്നാണ്. നല്ല ക്യൂട്ട് നെയിം അല്ലേ, സാന്ദ്രകുട്ടോസ്. നമ്മൾ ഈ അക്കുസെട്ട എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ക്യൂട്ട് നെയിം ആണ് അല്ലെ. അപ്പൊ ഈ സാന്ദ്രകുട്ടോസ് എന്ന് അദ്ദേഹം, അല്ലെങ്കിൽ സാന്ദ്രകുട്ടോസ്, ആൻഡ്രകുട്ടോസ് അങ്ങനെയൊക്കെ അറിയപ്പെടും. അത് ഗ്രീക്ക് റൈറ്റിംഗ്സിൽ, ഗ്രീക്ക് ഹിസ്റ്റോറിക്കൽ വർക്ക്സിലാണ് അത്തരത്തിൽ അദ്ദേഹത്തിനെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അത് മെഗസ്തനീസ് പോലുള്ള റൈറ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെ വർക്കുകളിലാണ് കൂടുതലും കാണപ്പെടുന്നത്. ഗ്രീക്കില് സാന്ദ്രകുട്ടോസ് എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ചന്ദ്രഗുപ്ത മൗര്യനെയാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർമ്മയിൽ വെക്കുക. ദെൻ നെക്സ്റ്റ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ചന്ദ്രഗുപ്ത സെക്കൻഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മാറിപ്പോകരുത്. ചന്ദ്രഗുപ്ത മൗര്യൻ ഉണ്ട്, ചന്ദ്രഗുപ്ത ഫസ്റ്റ്, ചന്ദ്രഗുപ്ത സെക്കൻഡ് അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഈ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് മൗര്യൻ ഡൈനാസ്റ്റിയിൽ വരുന്നത്. ദെൻ ചന്ദ്രഗുപ്ത സെക്കൻഡ്, ചന്ദ്രഗുപ്ത ഫസ്റ്റ് അതൊക്കെ ഗുപ്ത ഡൈനാസ്റ്റിയിൽ വരുന്ന റൂളേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഗുപ്ത ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? ശ്രീഗുപ്തനാണ് ഗുപ്ത ഡൈനാസ്റ്റി ആക്ച്വലി ഫൗണ്ട് ചെയ്തത്. എന്നാൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ പ്രശസ്തി കൊണ്ടും ഒക്കെ ഈ ഗുപ്ത ഡൈനാസ്റ്റിയുടെ എന്താ ശരിയായിട്ടുള്ള സ്ഥാപകനായിട്ട് കണക്കാക്കുന്നത് പലപ്പോഴും ചന്ദ്രഗുപ്ത ഫസ്റ്റിനെയാണ് കേട്ടോ. അതും കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കണേ. അപ്പോൾ ശ്രീഗുപ്തൻ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രീഗുപ്തൻ തന്നെ വെച്ചോളൂ. അതല്ല, ഭരണപരമായിട്ട് ഗുപ്ത ഡൈനാസ്റ്റിക്ക് എന്താ അതിൻ്റെ ഒരു നാഴികക്കല്ല്, അതായത് മൈൽ സ്റ്റോൺ ആയത് ഏത് ഭരണാധികാരിയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഗ്രേറ്റ് കിങ് എമംഗ് ഗുപ്ത ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത് ആരാണ്? ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ് കേട്ടോ. അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചന്ദ്രഗുപ്ത ഫസ്റ്റ് അല്ല, ചന്ദ്രഗുപ്ത സെക്കൻഡിനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, വിക്രമാദിത്യനും വേതാളം എന്ന് കേട്ടിട്ടില്ലേ? അപ്പോ ഈ ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ് കേട്ടോ ആ വിക്രമാദിത്യൻ എന്ന ടൈറ്റിൽ അറിയപ്പെടുന്ന രാജാവ്. അപ്പൊ അദ്ദേഹത്തിന് കൂടെ എപ്പോഴും വേതാളം, നമ്മളിങ്ങനെ പറയാ വിക്രമാദിത്യന് വേതാളം വരുന്നുണ്ടല്ലോ എന്ന് പറയില്ലേ? അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രമായിട്ടുള്ള, ശരിക്കും ഈ ഒരു കൃതി നമ്മൾ ഈ ബാലരമയിലൊക്കെ അമർ ചിത്രകഥയിലൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇത് സോമദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓഥറിന്റെ കൃതിയാണ് കേട്ടോ ഈ വിക്രമാദിത്യനും വേതാളവും എന്ന് പറയുന്നത്. അത് ശരിക്കും ഈ ചന്ദ്രഗുപ്ത മൗര്യനെയാണ്, ചന്ദ്രഗുപ്ത സെക്കൻഡിനെയാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ വിക്രമാദിത്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ്. ഈ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ കോർട്ടിലാണ് നവരത്നാസ് ഉണ്ടായിരുന്നത്. കാളിദാസൻ, വരരുചി, അങ്ങനെ കുറേയധികം പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ കോർട്ടിലായിരുന്നു, ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കോർട്ടിൽ. ഓക്കെ, നവരത്നാസ് ആരുടെ കാലഘട്ടത്തിലായിരുന്നു? അതായത് 9 jewels എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, അല്ലെങ്കിൽ നവരത്നാസ് എന്നും കാണാറുണ്ട് കേട്ടോ. അത് ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് കൗഡില്യൻ ഒരു കിങ് ആയിരുന്നില്ല. നമ്മുടെ ഈ ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഈ ചന്ദ്രഗുപ്ത മൗര്യൻ നന്ദ ഡൈനാസ്റ്റിനെ ഓവർത്രോൺ ചെയ്തിട്ട് മൗര്യൻ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു കൗഡില്യൻ. അദ്ദേഹത്തിന് വേണ്ടുന്ന ഉപദേശങ്ങളും ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള കാര്യങ്ങളും പോയിന്റുകളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു മാർഗദർശി എന്ന് വേണം നമുക്ക് പറയാം. അത്തരത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു കൗഡില്യൻ. കൗഡില്യന്റെ മറ്റൊരു പേരാണ് ചാണക്യൻ. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വർക്കാണ് അർത്ഥശാസ്ത്ര. ഓക്കെ, പൊളിറ്റിക്കൽ ട്രീറ്റി എന്നറിയപ്പെടുന്ന ഒരു വർക്കാണ് അർത്ഥശാസ്ത്ര. അടുത്ത ചോദ്യം, ഇത് വേൾഡ് ഹിസ്റ്ററി കോണ്ടെക്സ്റ്റ് എന്നുള്ള ഒരു ചോദ്യമാണ്. ദ ടേം ബ്ലാക്ക് ഡെത്ത് ഡിനോട്ട്സ്, ബ്ലാക്ക് ഡെത്ത് കറുത്ത മരണം എന്നറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എൻഡ് ഓഫ് ഷോഗൺസ് ഇൻ ജപ്പാൻ, occurrence of plague, decline of Mayan civilization, decline of trade routes. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇതും അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. നോക്കാം. ഓക്കെ,
നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഒക്യൂറൻസ് ഓഫ് പ്ലേഗ്, അതാണ് കറുത്ത മരണം എന്നറിയപ്പെടുന്നത്. ഒക്യൂറൻസ് ഓഫ് പ്ലേഗ് കേട്ടോ. ഈ കറുത്ത മരണം എന്ന് പറയുന്നത് ഏകദേശം ഒരു 14th സെഞ്ചുറിയിൽ, അതായത് 14th സെഞ്ചുറി എന്ന് പറയുമ്പോൾ 1347 മുതൽ 1351 വരെയുള്ള ഏകദേശം ഒരു കാലഘട്ടമാണ്. യൂറോപ്പ്, ഏഷ്യ, അതുപോലെ നോർത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ഭയങ്കരമായിട്ട് നാശം വിധിച്ചിട്ടുണ്ടായിരുന്ന ബുബോണിക് പ്ലേഗിന്റെ ഒരു ആരംഭം, ആ ഒരു പ്ലേഗ് വന്നതോട് കൂടിയിട്ട് അവിടുത്തെ കുറേയധികം ജനങ്ങള് മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബ്ലാക്ക് ഡെത്ത്, കറുത്ത മരണം എന്ന് ഈ ഒരു രോഗത്തിന്റെ വ്യാപനത്തിന് അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. ഏകദേശം ഒരു 7.5 മുതൽ ഒരു 20 കോടി വരെയുള്ള ജനങ്ങളുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഒരു വലിയ പാൻഡമിക് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു ഈ പ്ലേഗ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയാനായിട്ടുള്ള കാരണം? അതായത് ഈ രോഗം ബാധിച്ച വ്യക്തികളുണ്ടല്ലോ, രോഗം ബാധിച്ച് മരിച്ച വ്യക്തികൾ, അവരുടെ ബോഡി ഫ്ലൂയിഡിലൊക്കെ കറുത്തതോ അല്ലെങ്കിൽ ഒരു നീല കളറിലോ ഉള്ളതായിട്ടുള്ള പാടുകൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു നിറം കാണാറുണ്ട് അവരുടെ ബോഡി ഫ്ലൂയിഡ്സിലും അങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയാനായിട്ടുള്ള കാരണം. ഇനി നമുക്ക് മറ്റു ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ഷോഗൺസ് ഇൻ ജപ്പാൻ. ജപ്പാനിലെ ഷോഗൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രത്യേക കാലഘട്ടത്തില് ജപ്പാൻ ഭരിച്ചിട്ടുണ്ടായിരുന്ന സൈനിക സ്വേച്ഛാധിപതി, അതായത് മിലിറ്ററി ഡിക്റ്റേറ്റേഴ്സിനെ സൂചിപ്പിക്കുന്ന പദമാണ് ഷോഗൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നടക്കുന്നത് ഒരു 1868 ഒക്കെ ആയിട്ടാണ് കേട്ടോ. അതായത് മെയ്ജി റീസ്റ്റോറേഷന്റെ ഈ മെയ്ജി റീസ്റ്റോറേഷൻ വഴിയാണ് ഈ അവസാനത്തെ ഷോഗൺ ആയിട്ടുണ്ടായിരുന്ന ടോക്കുവ യോഷിനോബു എന്ന വ്യക്തിനെ ഓവർത്രോൺ ചെയ്തിട്ട് അങ്ങനെയാണ് ഈ ഷോഗൺ ഭരണത്തിന്റെ എൻഡ് ഓഫ് ഷോഗൺ ഇൻ ജപ്പാൻ എന്ന് പറയുന്നത് എന്നാണ് 1868 കേട്ടോ. നമ്മൾ ബ്ലാക്ക് ഡെത്തിന്റെ പീരീഡ് പറഞ്ഞത് എന്താണ്? 14th സെഞ്ചുറി ആണ് അല്ലെ, 1300 ആ ഒരു കാലഘട്ടമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഓക്കെ, അപ്പോ എൻഡ് ഓഫ് ഷോഗൺ എന്ന് പറയുന്നത് 1880 വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഡിക്ലൈൻ ഓഫ് മായൻ സിവിലൈസേഷൻ. ക്ലാസിക്കൽ മായൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് 8-9 നൂറ്റാണ്ടുകളിലാണ് അത് തകരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബ്ലാക്ക് ഡെത്തിന്റെ പീരീഡ് എന്ന് പറയുന്നത് 14th സെഞ്ചുറിയാണ്. അപ്പോൾ മായൻ സിവിലൈസേഷന്റെ ഡിക്ലൈൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? 8-9 നൂറ്റാണ്ടുകളിലായിട്ടാണ്. അപ്പൊ അതുമല്ല നമ്മുടെ ആൻസർ. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു ആൻസർ അല്ലാത്തത്. ഇനി ഡിക്ലൈൻ ഓഫ് ട്രേഡ് റൂട്ട്സ്, വ്യാപാര മാർഗങ്ങളുടെ തകർച്ച, അതിനെയല്ല ഈ ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് ആക്ച്വലി അതിന്റെ ആൻസർ വരുന്നത് ഏതാണ്? അപ്പോൾ ഒക്യൂറൻസ് ഓഫ് പ്ലേഗ് ആണ്. അടുത്ത ചോദ്യം, നെയിം ദ ഓതർ ഓഫ് ദ വർക്ക് ഡയലോഗ് എന്ന വർക്ക് എഴുതിയിട്ടുള്ളത് ആരാണ്? അൽ ഫിർദൗസി, പീറ്റർ എബെലാർഡ്, തോമസ് അക്വിനാസ്, റോജർ ബേക്കൺ. 4 ഓപ്ഷൻസ് ഉണ്ട്, നോക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. പീറ്റർ എബെലാർഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ ഈ വർക്കിന്റെ ഡയലോഗ് എന്നുള്ളത് ആ ഒരു വർക്ക് അറിയപ്പെടുന്ന ഒരു ഷോർട്ട് ഫോം ആണ്. വർക്കിന്റെ ഫുൾ നെയിം വരുന്നത് ഡയലോഗ് ബിറ്റ്വീൻ എ ഫിലോസഫർ, എ ജ്യൂ ആൻഡ് എ ക്രിസ്ത്യൻ. അതാണ് വർക്കിന്റെ ഫുൾ നെയിം വരുന്നത്. ആ ഒരു വർക്ക് സിംപ്ലി ഡയലോഗ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മിഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രഞ്ച് സ്കോളാസ്റ്റിക് ഫിലോസഫറും അതുപോലെ തന്നെ തിയോളജിസ്റ്റും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് പീറ്റർ എബെലാർഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റു ഓപ്ഷൻസിലെ വ്യക്തികളെ കൂടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓപ്ഷൻ എയിൽ പറയുന്നത് എന്താണ്? ഫിർദൗസി ആണ് അല്ലെ, അൽ ഫിർദൗസി. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏകദേശം 940 to 1020 CE കാലഘട്ടമാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി ഏതാണ്? ഷാനാമ. പേർഷ്യൻ ലാംഗ്വേജിൽ ഉണ്ടായിരുന്ന ഒരു ഇതിഹാസ കാവ്യം, ഒരു എപ്പിക് എന്ന് പറയാവുന്ന ഒന്നാണ് ഷാനാമ. അതായത് രാജാക്കന്മാരുടെ പുസ്തകം എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് തോമസ് അക്വിനാസിന്റെ കാലഘട്ടം 1225 മുതൽ 1274 CE ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന കൃതി എന്ന് പറയുന്നത് ഏതാണ്? സമ്മ തിയോളജിയ എന്നാണ്. അത് കോമൺലി തിയോളജിയ എന്നും അറിയപ്പെടുന്നുണ്ട്. എന്നാൽ സമ്മ തിയോളജിയ അതാണ് അദ്ദേഹത്തിന്റെ കൃതിയുടെ ശരിക്കുള്ള പേര് കേട്ടോ. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താ പറയുക? അരിസ്റ്റോട്ടലിന്റെ ഒരു ഫിലോസഫി ഉണ്ടല്ലോ, ആ ഫിലോസഫീനെ തിയോളജിയുമായിട്ട് കമ്പൈൻ ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു തോമസ് അക്വിനാസ്. എന്താണ് പറയുന്നത്? അരിസ്റ്റോട്ടലിന്റെ ഫിലോസഫി,
അതിനെ തിയോളജിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് തിയോളജിയുമായിട്ട് സമ്മിശ്രമായിട്ട് രൂപപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു മധ്യകാല ഒരു മീഡിയവൽ പീരീഡിൽ ഉണ്ടായിരുന്ന ഒരു സ്കോളാസ്റ്റിക് ഒരു ഫിലോസഫർ കൂടിയായിരുന്നു തോമസ് അക്വിനാസ്. അദ്ദേഹത്തിന്റെ വർക്ക് ഏതാണ്? സമ്മ തിയോളജിയ. നെക്സ്റ്റ് ആണ് റോജർ ബേക്കർ. റോജർ ബേക്കർ 1214 മുതൽ 1294 CE വരെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്കോളർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതി ഓപ്പസ് മജസ് ആണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതി ഏതാണ്? ഓപ്പസ് മജസ്. എംപിരിക്കൽ മെത്തേഡ് എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ഫിലോസഫർ ആയിരുന്നു റോജർ ബേക്കർ. എംപിരിക്കൽ മെത്തേഡ് കേട്ടോ. എംപിരിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഒക്കെ ഒരു മെത്തേഡാണ് എംപിരിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ രീതി. ഓക്കെ, അപ്പൊ എംപിരിക്കൽ മെത്തേഡ് ആരുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? റോജർ ബേക്കറുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ക്ലിയർ ആണല്ലോ? 4 പേരുടെ നമ്മൾ വിശദീകരിച്ചു. ഓക്കെ, ആസിയാന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആസിയാൻ ഇസ് ഹെഡ്ക്വാർട്ടഡ് അറ്റ് വേർ? ജക്കാർത്ത, ന്യൂയോർക്ക്, വാഷിംഗ്ടൺ, മോസ്കോ. 4 ഓപ്ഷൻസ് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള തന്നെയാണ് അല്ലെ? ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ, ജക്കാർത്തയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ആസിയാന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജക്കാർത്തയിലാണ്. അപ്പൊ എന്താണ് ആസിയാൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആസിയാൻ എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, അതായത് സൗത്ത് ഈസ്റ്റിലുള്ള ഏഷ്യൻ നേഷൻസിന്റെ ഒരു അസോസിയേഷൻ ആണ് ആസിയാൻ. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജക്കാർത്തയാണ്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഈ സൗത്ത് ഈസ്റ്റ് നേഷൻസ് തമ്മിൽ, അതായത് ഏഷ്യയിലെ സൗത്ത് ഈസ്റ്റ് നേഷൻ തമ്മിൽ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടും അതുപോലെ സുരക്ഷ, എഡ്യൂക്കേഷൻ, സാമൂഹിക സാംസ്കാരിക സഹകരണം എന്നിവയൊക്കെ തമ്മിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് എന്ത്? ആസിയാൻ. 1967 ഓഗസ്റ്റ് 8-നാണ് ആസിയാൻ രൂപീകൃതമായിട്ടുള്ളത് എന്നാണ്. 1967 ഓഗസ്റ്റ് 8-ന്. ഇതിന്റെ ഒരു സ്ഥാപക പ്രഖ്യാപനം ബാങ്കോക്ക് പ്രഖ്യാപനമാണ്. ബാങ്കോക്ക് ഡിക്ലറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ സിവിലൈസേഷൻ ദാറ്റ് ഫ്ലറിഷ്ഡ് ഇൻ മെക്സിക്കോ. മെക്സിക്കോയില് തഴച്ച് വളർന്നിട്ടുണ്ടായിരുന്ന സംസ്കാരം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻക, മിസിസിപ്പി, അസ്ടെക്, പട്ടായൻ. 4 ഓപ്ഷൻസ് ഉണ്ട്, നോക്കാം. ഓപ്ഷൻ സി, അസ്ടെക് ആണ് ശരിയായിട്ടുള്ള ആൻസർ. മെക്സിക്കോയില് തഴച്ചു വളർന്നിട്ടുള്ള ഒരു സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ആസ്ടെക് ആണ് കേട്ടോ. മെക്സിക്കോയില് 14th സെഞ്ചുറി മുതൽ 16th സെഞ്ചുറി വരെ നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു സിവിലൈസേഷൻ ആയിരുന്നു ആസ്ടെക്. നമുക്ക് മറ്റ് ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ ഇൻക സാമ്രാജ്യം എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകളിലെ, അതായത് പ്രധാനമായിട്ടും പെറു റീജിയണിൽ, അപ്പൊ അവിടെ ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു സാമ്രാജ്യം, എംപയർ ആയിരുന്നു ഇൻക എന്ന് പറയുന്നത്. മാച്ചു പിച്ചു കേട്ടിട്ടില്ലേ? അപ്പൊ ഈ മാച്ചു പിച്ചു പോലുള്ള വലിയ കൽനിർമ്മിതികൾക്ക് ഒക്കെ പ്രശസ്തമായിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ ഇൻക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻക എവിടെയാണ്? സൗത്ത് അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകളുടെ ഭാഗത്ത്, മെക്സിക്കോയിലല്ല, സൗത്ത് അമേരിക്കയിലാണ് കേട്ടോ. ഓക്കെ, ഇനി മിസിസിപ്പി സംസ്കാരം നോർത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്നതാണ്. മിസിസിപ്പി എവിടെയാണ്? നോർത്ത് അമേരിക്കയിലാണ്. ഇനി പട്ടായൻ എന്ന് പറയുന്നതും നോർത്ത് അമേരിക്ക, വടക്കേ അമേരിക്കയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ, അതായത് അരിസോണ, കാലിഫോർണിയ പോലുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ഒരു തദ്ദേശീയമായിട്ടുള്ള ഒരു അമേരിക്കൻ സംസ്കാരമാണ്, അല്ലെങ്കിൽ ആ ഒരു സംസ്കാരങ്ങളുടെ കൂട്ടമാണ് പട്ടായൻ. അടുത്ത ചോദ്യം, മെൻഷൻ ദ നേച്ചർ ഓഫ് പഹരിയ റിബല്യൻ. പഹരിയ റിബല്യന്റെ നേച്ചർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പെസന്റ് റിവോൾട്ട്, റിവോൾട്ട് ഓഫ് വർക്കേഴ്സ്, ട്രൈബൽ റിവോൾട്ട്, റിവോൾട്ട് ഓഫ് ഷിപ്പോയിസ്. ഓക്കെ, നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ട്രൈബൽ റിവോൾട്ട്. പഹരിയ റിബല്യൻ എന്ന് പറയുന്നത് ഒരു ട്രൈബൽ റിവോൾട്ട് ആണ്. അപ്പൊ ഈ പഹരിയ റിബല്യന്റെ ഇയർ ഏതാണെന്ന് നോക്കിയാലോ. 1772 മുതൽ 1782 വരെയാണ് പഹരിയ റിബല്യന്റെ ഇയർ വരുന്നത് എന്നാണ്. 1772 മുതൽ 1782 വരെയുള്ള 10 വർഷക്കാലമാണ് പഹരിയ റിവോൾട്ട് അല്ലെങ്കിൽ പഹരിയ റിബല്യൻ എന്നുള്ള ട്രൈബൽ റിവോൾട്ട് ഉണ്ടായിരുന്നത്.
സ്പെസിഫിക് ആയിട്ട് ഇതിന്റെ ഇയർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1778 നമുക്ക് പറയാം. ഈ പഹരി റിബല്യന്റെ ഒരു കാലഘട്ടമാണ് 1772 മുതൽ 1782 വരെയുള്ള ഒരു 10 വർഷക്കാലം. അപ്പൊ ഇത് എവിടെയാണ്, വർഷം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഓർമ്മയിൽ വെക്കണം. അതുപോലെ ഏത് ടൈപ്പാണ് അല്ലെങ്കിൽ ഏത് നേച്ചർ ആണെന്നുള്ളത് ഓർമ്മയിൽ വെക്കണം. അപ്പൊ ഏതാണ്? ട്രൈബൽ റിവോൾട്ട് ആണ്. ദെൻ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്, അല്ലെ എവിടെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്? ജാർഖണ്ഡിലെ രാജ്മഹൽ ഹിൽസ്, രാജ്മഹൽ കുന്നുകളിലാണ് ഈ പഹരിയ റിബല്യൻ നടന്നിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുണ്ടായിരുന്ന ആദ്യകാല ട്രൈബൽ റിവോൾട്ടുകളിൽ ഒന്നാണ് പഹരിയ റിവോൾട്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്നിട്ടുള്ളതാണ്. അപ്പൊ എന്തായിരിക്കും മേജർ റീസൺ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പരമ്പരാഗത ജീവിത രീതിയും അതുപോലെ അതായത് ട്രൈബൽസ് ആണല്ലേ, അപ്പൊ അവർ വനങ്ങളിലും വനവിഭവങ്ങൾ ശേഖരിക്കലും അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് ബ്രിട്ടീഷുകാരുടെ ഒരു ഇന്റർവെൻഷൻ, അവരുടെ ഒരു കടന്നാക്രമണത്തിന് എതിരായിട്ട് ആണ് ഇത്തരത്തിൽ ഇവര് പഹരിയാസ് റിവോൾട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുള്ള ഒരു റെസിസ്റ്റന്റ് മൂവ്മെന്റ് എന്നുള്ള ലെവലിലാണ് ഈ ഒരു റിവോൾട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ലൊക്കേഷൻ എവിടെയാണ്? രാജ്മഹൽ കുന്നുകളാണ് കേട്ടോ. പ്രധാന ലീഡേഴ്സിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ രാംന അഹരി, രാജ ജഗന്നാഥ്, ചാങ്റൂൺ സൻവരിയ, തിൽക്ക മാഞ്ചി ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു റിവോൾട്ടിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒന്നാണ് ബ്രിട്ടീഷുകാര് ദാമിൻ എ കോഹ് എന്ന ഒരു പ്രദേശം, ദാമിൻ എ കോഹ് എന്നുള്ള ഒരു റീജിയൻ സ്ഥാപിച്ചു എന്നുള്ളത്. ദാമിൻ എ കോഹ് എന്ന റീജിയൻ സ്ഥാപിച്ചത് പഹരിയ റിവോൾട്ടിന്റെ ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇത് ഒരു റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഓക്കെ, ഈ ഒരു പ്രദേശം ഉണ്ടല്ലോ, ദാമിനെ കോഹ് എന്ന് പറയുന്നത് പിന്നീട് സാന്താളുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സാന്താളുകളുടെ ഒരു കലാപം ഉണ്ടല്ലോ, സാന്താൾ കലാപം, അത് ഈ ഒരു പ്രദേശത്ത് വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായത്. രാജ്മഹൽ കുന്നുകളിൽ തന്നെയാണ് ഈ പ്രദേശം വരുന്നത്. അപ്പൊ സാന്താൾ കലാപം ഉണ്ടായിരുന്ന ഒരു പ്രദേശം എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദാമിനെ കോഹ് എന്നുള്ള ആ പ്രദേശം തന്നെയാണ് കേട്ടോ. അതായത് ജാർഖണ്ഡ്, ബീഹാർ ഭാഗത്തായിട്ടാണ്, ആ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ രാജ്മഹൽ കുന്നുകൾ. അതിന് ചുറ്റുമായിട്ടുള്ള പ്രദേശമാണ് ദാമിനെ കോഹ് എന്ന് പറയുന്ന റീജിയൻ. ക്ലിയർ ആണല്ലോ. അടുത്ത സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, വിച്ച് അമെൻമെന്റ് ഇൻക്ലൂഡ് എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുള്ളത് ഏത് അമെൻമെന്റിലൂടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ എളുപ്പമാണ് അല്ലെ. ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്നുള്ള ലെവലിൽ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അതിലൊന്നാണ് ഈ എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കിയിട്ടുള്ള അമെൻമെന്റ് ഏതാണെന്നുള്ളത്. എല്ലാവർക്കും അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓപ്ഷൻസ് ഒന്ന് നോക്കാം, വായിക്കാം. 42nd അമെൻമെന്റ്, 15th അമെൻമെന്റ്, 60th അമെൻമെന്റ്, 86th അമെൻമെന്റ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. അപ്പോ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി, 86th അമെൻമെന്റ് ആണ് അല്ലെ. ഈ എഡ്യൂക്കേഷനെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്നത്. ഏതാണ് വർഷം വരുന്നത്? 2002 കേട്ടോ. 2002 ഈ 86th അമെൻമെന്റ് വരുന്നത്. ഈ 86th അമെൻമെന്റിനോട് കൂടിയിട്ട് ഏത് ആർട്ടിക്കിൾ ആണ് ഭരണഘടനയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആർട്ടിക്കിൾ 21A ആണ് കേട്ടോ. ആർട്ടിക്കിൾ 21A ആർട്ടിക്കിൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ 86th അമെൻമെന്റിനോട് കൂടിയിട്ടാണ്. ആർട്ടിക്കിൾ 21A പറയുന്നത് എന്താണ്? അതായത് എല്ലാ കുട്ടികൾക്കും അതായത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളും, ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും സ്റ്റേറ്റ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ 21A എന്നുള്ള ആർട്ടിക്കിൾ ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു പ്രൊവിഷന്റെ ഭാഗമായിട്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ആക്ട് ഉണ്ട്. അതേതാണെന്നറിയോ? അതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, RTE എഡ്യൂക്കേഷൻ ആക്ട്. 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വന്നിട്ടുള്ളത്. 2009 കേട്ടോ. അപ്പൊ അത് ഇത്തരത്തിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്നുള്ളത് RTA ആക്ട് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. RTE കേട്ടോ, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. 2009 അതിന്റെ വർഷം വരുന്നത്. ഈ 86th അമെൻമെന്റിന്റെ വർഷം ഏതാണ് വരുന്നത്? 2002 കേട്ടോ. 2002 86th അമെൻമെന്റ് ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡ് ചെയ്തിട്ട് 21A എന്നുള്ള ആർട്ടിക്കിൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ 21A എന്ന് പറയുമ്പോൾ അത് ഏത് സെക്ഷൻ, ഏത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഉള്ളിലാണ് വരിക? അത് അറിയോ? ഏത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഉള്ളിലാണ് വരിക? നമുക്ക് എത്ര ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്?
നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളാണ് ഉള്ളത് അല്ലെ. അപ്പൊ ഈ 6 മൗലികാവകാശങ്ങളിലെ 2ാമത്തെ മൗലികാവകാശത്തിലാണ് ഈ ആർട്ടിക്കിള് വരുന്നത് കേട്ടോ. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നുള്ളതിലാണ് ഈ ആർട്ടിക്കിൾ വരുന്നത്. ഇനി നമുക്ക് മറ്റ് ആർട്ടിക്കിളുകളിലേക്ക്, മറ്റേ അമെന്റ്മെന്റിന്റെ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 42nd അമെന്റ്മെന്റ്. 42nd അമെന്റ്മെന്റ് എന്ന് പറയുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഒരു അമെന്റ്മെന്റ് ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ഇൻസേർഷനെ കുറിച്ചിട്ടാണ് 42nd അമെന്റ്മെന്റിൽ പറയുന്നത്. ഇനി 15th അമെന്റ്മെന്റ് ഹൈക്കോടതി ജഡ്ജസിന്റെ റിട്ടയർമെന്റ്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് 15th അമെന്റ്മെന്റിൽ പറയുന്നത്. 16th അമെന്റ്മെന്റ് എന്ന് പറയുന്നത് തൊഴിൽ നികുതിയുടെ ഒരു പരിധി ഒക്കെ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ അത് പരിഷ്കരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണ് 16th അമെന്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? 86th അമെന്റ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ 10 ക്വസ്റ്റ്യൻസും എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. എല്ലാം എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത 10 ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. താങ്ക്